ഇറാന്റെ മുമ്പിൽ മുട്ടുമടക്കി ഒരു സംശയം വേണ്ട. ഇറാന്റെ പുതിയ പ്രസ്താവന എന്താ അറിയോ? ഹോർമസ് കടലിലേക്ക് ഇറാന്റെ കടലിലൂടെ പോകണമെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന് അവരെ കപ്പൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഏത് രാജ്യമാണോ, ഇപ്പൊ സൗദി ഉദാഹരണം പറയും, സൗദിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള അമേരിക്കന്റെ പട്ടാളക്കാരെയും അമേരിക്കന്റെ ആൾക്കാരൊക്കെ അവിടെ പറഞ്ഞേക്കണം. ഓലായിട്ട് കരാറുകളൊക്കെ ഒഴിവാക്കണം. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം അതിലെങ്ങനെ പോവാൻ. എങ്ങനെയുണ്ട് പണി? ചോദിച്ചു കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്ന അവസ്ഥയായി. നല്ല അസല് പണിയാണ്. എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ അറിയോ? ഈ അമേരിക്കൻ്റെ കുറേ ബേസുകൾ ഉണ്ടല്ലോ, ഈ എന്താ പറയുക ഇറാനെ ചുറ്റുമായിട്ടുള്ള കുറേ ബേസുകൾ, എന്താ പറയുക ഒരുപാട് യുദ്ധ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് ഞാൻ പട്ടാൾക്കാരൊക്കെ തീറ്റിപ്പോറ്റി എല്ലാ രാജ്യത്തിനും എന്താ പറയുക ഖത്തറാകട്ടെ സൗദി ആകട്ടെ ഓർക്ക് അമേരിക്കക്കാർക്ക് കുറേ സ്ഥലങ്ങൾ, ഓർക്ക് എല്ലാവരും സാങ്കേതിക വിദ്യകൾ, ഓർക്ക് സൗദിയിലാണെങ്കിലും കള്ളും ബാക്കിയുള്ള സംഗതിയൊക്കെ അലോഡാണ് അമേരിക്കക്ക്. ഏത് രാജ്യത്തും ഓർക്ക് അലോഡായിരുന്നു. ഓർക്ക് എന്ത് വേണം തിന്ന് കുടിച്ച് തൂറി നല്ല ഷെയറായിട്ട് പോകാൻ. ഇപ്പം ഒന്നും നടക്കൂല. ആടെന്നറിയോ, ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു അമേരിക്കൻ്റെ ബേസുകൾ മൊത്തം അവിടെ പോകണം. അങ്ങനത്തെ മാത്രം ഇതിലങ്ങനെ പോയാൽ മതിയത്. ഇതിലങ്ങനെ ഈ ഹോർമസ് കടലിൽ കൂടെ പോകണമെങ്കിൽ ഞങ്ങൾ അനുവാദം വേണം. അതിന് അനുവാദം വേണമെന്നുണ്ടല്ലോ ഇങ്ങനത്തെ ചെയ്യണം, ഒഴിവാക്കണം. ഓരോ ഒഴിവാക്കി വിട്ടാലോ ഓരോ പോയിക്കണം പറയണം, ഓരോ പോയിക്കാൻ പറയണം. ഓരോ ഏതായാലും 8ന്റെ പണിയാ കിട്ടി. ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നുള്ള സംഖ്യകളൊക്കെ എന്ത് ശരിക്കും പറഞ്ഞ യുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ പറയട്ടെ, ലാഭം ഏത് യുദ്ധത്തിൽ ജയിച്ചത് ലാഭം. ശരിക്കും ഇറാൻ പറയുന്നത് പോലെ അമേരിക്ക കേൾക്കും. നഷ്ടങ്ങൾ ഇറാൻ സംഭവിച്ചേക്കാൾ പിഞ്ച് കുറെ കുട്ടികൾ ഇറാൻ മരിച്ചിട്ടുണ്ട്. അതില്ലാതെ പറയുന്നില്ല. നഷ്ടങ്ങളെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് വിധത്തിൽ നോക്കിയാൽ ഇസ്രായേലും അമേരിക്കയും നശിച്ചു പോകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയി. അമ്മായി അടി തിരിച്ചടിച്ചു കൊടുത്ത് ഏതായാലും ഞാൻ കേട്ട് കുറച്ച് ഇത് അംഗീകരിക്കും. ഇത് ലോക രാജ്യങ്ങൾ അംഗീകരിക്കും. അംഗീകരിക്കാത്ത രാജ്യങ്ങൾ അതിലെ ഹോർമസ് കടലിൽ കൂടെ പോകാൻ കഴിയില്ല. ഓരോ കപ്പലിൽ ഞങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഉണ്ടാവില്ല. ആ പറയുന്ന അർത്ഥം എന്താ അറിയോ? വേറെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രാജ്യം ദുബായ് അല്ലെ സൗദി, ഏത് രാജ്യമാണോ അംഗീകരിക്കാത്ത ഓരോ കപ്പലിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. കത്തിച്ച് കളയുന്ന ഇറാൻ പറഞ്ഞത്. ഏത് ഇവരെ സമ്മതത്തോടല്ലാതെ ഏത് ആ കടലിലൂടെ പോയി കഴിഞ്ഞാൽ ഇറാന്റെ പരിസരത്തോട് പോയി കഴിഞ്ഞാൽ ആ കപ്പൽ യാതൊരു ഉത്തരവാദിത്തവും ഞങ്ങൾ കത്തിച്ചാളും തന്നെ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ രാജ്യങ്ങളും രാജ്യത്തും അമേരിക്ക ആൾക്കാരൊക്കെ പറഞ്ഞേച്ച് പൊടി തപ്പിങ്ങാന് പോരേ പോണ്ടിരും. പണ്ട് ഉപ്പാന്നപ്പോൾ അവൻ്റെ എന്ന് പറഞ്ഞ എന്നെ ഒന്നും പറയാനുണ്ടാവില്ല. യുദ്ധം നടത്തി നാണം കെട്ട് പോവുക എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പം ശരിക്കും മാറിക്കഴിഞ്ഞു ട്രംപ് ഇസ്രായേലും. താങ്ക് യു വെരി മച്ച്.